Hello, good morning. Welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ദ പവർ ഓഫ് പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി. അതായത് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് വരാം, ചാലഞ്ചസ് വരാം. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ പലരും അതിൻ്റെ കാരണം മറ്റുള്ളവരിൽ ചാരി വയ്ക്കുകയാണ്. ബ്ലെയിം അതേഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ലക്കില്ല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് ഒരു പവർഫുൾ ഐഡിയ എന്ന് പറയുന്നത് യു ആർ റെസ്പോൺസിബിൾ. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അപ്പായിരുന്നാലും ഡൗൺ ആയിരുന്നാലും യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറി പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ബ്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളവിടെ സ്റ്റക്കാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക, അത് പിന്നെ ശ്രമിക്കുകയോ ചെയ്യത്തില്ല. അത് ആരെങ്കിലും തലയിൽ വെച്ച് തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടുന്നു. ഇത് ഡിഫിക്കൽട്ട് ടു അക്സെപ്റ്റ് പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി. പലർക്കും ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. അല്ലെങ്കിൽ ഇത് എൻ്റെ കാരണം കൊണ്ടല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല, അവരുദ്ദേശിക്കുന്ന ഫ്രീഡം ഒന്നും വരത്തില്ല. എവറി ആക്ഷൻ, ഡിസിഷൻ, ഇതെല്ലാം ആണ് അവരുടെ ജീവിതത്തിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ജീവിതം നിർണ്ണയിക്കുന്നത്. ചിലരെ കരിയർ പാത്ത്, അവരുടെ ജീവിതത്തിന് ഓരോരോ മേഖലകൾ അവർ തിരഞ്ഞെടുക്കും. അപ്പോൾ അതിൽ ചില ചാലഞ്ചസ് ഒക്കെ വരും, അത് സ്വാഭാവികം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴങ്ങ് ഈസി ആണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ ലെവലിലെത്താല്ലേ. അപ്പോൾ ഈ ചാലഞ്ചസ് വരുമ്പോഴത്തേക്ക് അതിനെ ഓവർകം ചെയ്യണം. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അത് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് കിറ്റ് ചെയ്താൽ നമുക്ക് പിന്നെ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അതിനെയൊക്കെ ഭേദിച്ച് മുന്നോട്ട് നീങ്ങുന്നവർക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ചോയ്സാണ് നമ്മുടെ ആക്ഷൻ നമ്മൾ എടുക്കുന്ന ചോയ്സിന് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾ നല്ലതുപോലെ വർക്ക് ഹാർഡ് ചെയ്യുകയും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതം, എല്ലാം വളരെ ഡിസിപ്ലിൻഡ്, നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ജീവിതത്തിൽ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മോസ്റ്റ് ലൈക്ലി അവർക്ക് ജീവിതത്തിൽ വിജയത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷെ ചില ആൾക്കാർ പ്രൊക്രാസ്റ്റിനേഷൻ, റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള അത് എല്ലാം അവോയ്ഡ് ചെയ്യുന്നു, ആൻഡ് ഇമ്പൾസീവ് ആക്ട് ചെയ്യുന്നു. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. അപ്പം കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നു. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് സക്സസ് സാധ്യമാവില്ല, അവർ ഫെയിലിയറായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അണ്ടർസ്റ്റാൻഡ് യുവർ ലൈഫ് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ ഇപ്പം ജീവിതത്തിൻ്റെ ഡ്രൈവർ നിങ്ങളായിരിക്കും. നമുക്ക് വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം വിജയിപ്പിച്ച് തരത്തില്ല. അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് ഇൻ ചാർജ് ഓഫ് യുവർ ലൈഫ്. മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാര്യങ്ങളും ചിലർ ഒന്ന് ചെയ്യുമ്പോൾ അതിനെ 100% ബിലീവ് ചെയ്യത്തില്ല. അവർ കാര്യങ്ങൾ പഠിക്കാതെ കാര്യങ്ങൾ ചെയ്യും.
ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ ശരിയല്ലെന്ന് മനസ്സിലായാൽ അതിന് ചേഞ്ചസ്, മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക്. അതുപോലെ തന്നെ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വരും. അപ്പോൾ അത് നമ്മൾ ഒരു പരാജയമായിട്ട് കാണരുത്. അഥവാ പരാജയം വന്നാലും ആ സെറ്റ് ബാക്സ് ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട്, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, അത് നമ്മൾ പഠിച്ചിട്ട് അത് വീണ്ടും ആ ചേഞ്ചസ് വരുത്തിയിട്ട് അത് വീണ്ടും അപ്ലൈ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം മൈൻഡിൻ്റെ പവർ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ജീവിത വിജയത്തിന്. നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കണം. ബ്രേക്കിംഗ് ദ ബ്ലെയിം സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തൽ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പരാജയം വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അത് അവൻ കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ളത് അത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു കംഫർട്ട് മാത്രമേ തരത്തുള്ളൂ. ജീവിതത്തിൽ നിങ്ങളെ സ്റ്റക്കായി പോകും, നിങ്ങൾ മുന്നേറാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇൻചാർജ് ഏറ്റെടുക്കാത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റില്ല. ചിലർ അവരുടെ ബോസിനെ കുറ്റം പറയും ജോലി സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ പേരൻസിനെ, വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയുടെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയെന്ന് പറയും, അല്ലെങ്കിൽ എക്കോണമി പറയും, സൊസൈറ്റിയെ പറയും. ഇത് നിങ്ങളുടെ ഗിവ് അവേ യുവർ ചേഞ്ച്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് ഇത് വിഘാതമായി, അല്ലെങ്കിൽ ഇത് തടസ്സമായി നിൽക്കുന്നു. റെസ്പോൺസിബിലിറ്റി ഡസൻ മീൻ എവറിത്തിങ് ഇൻ യുവർ ഫോൾട്ട്. ഇപ്പം നിങ്ങൾ ഒരു കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല, നിങ്ങളെ കുറ്റം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നുള്ളത്. പക്ഷേ സ്റ്റിൽ യു ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് എടുക്കുകയും നിങ്ങൾ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. ഏത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾ ഓണർഷിപ്പ് ഏറ്റെടുത്തെങ്കിൽ, മറ്റുള്ളവരുടെ ഇതുകൊണ്ടാണെങ്കിൽ തന്നെയും നിങ്ങൾ അതിൻ്റെ ഓണർഷിപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണെങ്കിലും നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ചെയ്യണം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇപ്പം ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. അതായത് ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങൾ വരാം, ആക്സിഡൻറ്റ് വരാം, അല്ലെങ്കിൽ ഒരു പൂർ ഫാമിലിയിൽ ബോൺ ചെയ്യാം. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. ഹൗവർ എങ്ങനെയാണെങ്കിലും ഇതിനെ നിങ്ങൾ ചാലഞ്ചസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾ അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണം, അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മൂവ് ഫോർവേഡ് ചെയ്യണം. ഫ്രീഡം ത്രൂ റെസ്പോൺസിബിലിറ്റി. ഫ്രീഡം വേണമെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇഫ് യു ആർ നോട്ട് റെസ്പോൺസിബിൾ യു ഡോണ്ട് ഗെറ്റ് ഫ്രീഡം. അപ്പം നോ പെയിൻ നോ ഗെയിൻ. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖങ്ങൾ ഉണ്ടാവില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ആരെങ്കിലും വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ അത് നെവർ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. നോ വൺ വിൽ കം ആൻഡ് ഹെൽപ്പ് യു. യു ഹാവ് ഇറ്റ് ഫിക്സ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യണം. യു ബിക്കം ദി ആദർ ഓഫ് യുവർ സ്റ്റോറി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിലാണ്. അതിനുള്ള ഇനിഷ്യേറ്റീവ്, അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എംപവർമെൻറ്റ് തരും, നല്ല ഒരു ഉത്സാഹം തരും. നിങ്ങൾ റെസിലിയൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏത് ചലഞ്ചസ് വന്നാലും നിങ്ങൾ ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതം ഞാൻ വിജയിക്കണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളുകളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം ജീവിതത്തിൽ ഗുഡും ബാഡുമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നായിരുന്നാലും നിങ്ങൾ മച്ചുവേർഡായിരിക്കണം. അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കറക്റ്റ് വിജയം കൈവരിക്കുന്നതിന് സഹായിക്കും. യുവർ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി നോട്ട് എ ബർഡൻ. അതൊരു ബർഡനായിട്ട് എടുക്കരുത്. യുവർ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും
നന്ദി, നമസ്കാരം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ ഇത് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.